AI ക്യാമറ വിവാദത്തിൽ സർക്കാരിനെതിരെ നീക്കങ്ങൾ ശക്തമാക്കി പ്രതിപക്ഷം. നിയമ നടപടിയും തുടർ സമരങ്ങളും ചർച്ച ചെയ്യാൻ UDF ഉന്നതാധികാര സമിതി യോഗം തുടങ്ങി. കരാറുമായി ബന്ധപ്പെട്ട് കൂടുതൽ രേഖകൾ കെൽട്രോൺ പ്രസിദ്ധീകരിച്ചേക്കും. വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും അന്വേഷണം ആരംഭിച്ചു. ആരോപണങ്ങളിൽ വിജിലൻസും അന്വേഷണം ഊർജിതമാക്കി. പരാതി വന്നു എന്ന് പറഞ്ഞ് പദ്ധതി നിർത്തിവെക്കാൻ കഴിയില്ലെന്ന് ഗതാഗത മന്ത്രി പറഞ്ഞു. ആ ആക്ഷേപത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. കാരണം ഏതെങ്കിലും ഒരു പദ്ധതിയെക്കുറിച്ച് അത് ഇംപ്ലിമെൻ്റ് ചെയ്തതിന് ശേഷം അത് ഇംപ്ലിമെൻ്റ് ചെയ്തത് ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ അതിൻ്റെ ട്രയൽ റണ്ണെല്ലാം കഴിഞ്ഞിരുന്നു. 8 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ വിജിലൻസ് അന്വേഷണത്തിന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ട്രയൽ റൺ കഴിഞ്ഞതാണ്, എക്സിക്യൂഷൻ കഴിഞ്ഞതാണ്. അപ്പോൾ ഒരു പരാതി വന്നതിൻ്റെ പേരിൽ ഈ ഇത്രയും ബൃഹത്തായൊരു പദ്ധതി നമ്മൾ ആ അന്വേഷണം പൂർത്തിയായി അതിൻ്റെ വിജിലൻസ് എല്ലാം നടപടി പൂർത്തിയാകുന്നത് വരെ ഒരു പദ്ധതിയും അങ്ങനെ നിർത്തിവെക്കാൻ കഴിയില്ല. നിർത്തിവെച്ച ചരിത്രവുമില്ലല്ലോ, അങ്ങനെ നിർത്തിവെക്കാൻ കഴിയുകയില്ലല്ലോ. ആ അന്വേഷണത്തിൽ കഴമ്പുണ്ടോ എന്നുള്ളത് പരിശോധിക്കട്ടെ. ആ പരിശോധിച്ചാൽ അത്തരം ആളുകളുടെ നടപടി വേണമെങ്കിൽ അതിൻ്റെ നടപടി എടുക്കുക. അതിൻ്റെ പേരിൽ പദ്ധതിയെ നമുക്ക് നിർത്തിവെക്കാൻ പറയാമെന്നത് ശരിയല്ലല്ലോ. ഡാൻ കുര്യനും ഉമേഷ് ബാലകൃഷ്ണനും ചേരുന്നുണ്ട്. ആദ്യം ഡാനിലേക്ക്. ഡാൻ, പ്രതിപക്ഷം എത്തരത്തിലാണ് നീക്കം നടത്തുന്നത്? ഉന്നതാധികാര സമിതി പ്രധാനമായി ചർച്ച ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? സമരമാണോ? നിയമപരമായി എത്തരത്തിൽ മുന്നോട്ട് പോകാനാണ് UDFന്റെ തീരുമാനം? സർക്കാരിനെതിരായി ശക്തമായ സമര പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നതിനുള്ള നീക്കങ്ങളുടെ ഭാഗം സമയം മുമ്പ് ആരംഭിച്ചിരിക്കുന്നത് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ, അതായത് കുറച്ചധികം നാളുകളായി രമേശ് ചെന്നിത്തല UDF യോഗങ്ങളിൽ കൃത്യമായി പങ്കെടുത്തിരുന്നില്ല. പക്ഷെ അദ്ദേഹം ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം ഇന്നത്തെ ഈ ഉന്നതാധികാര സമിതി യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അദ്ദേഹം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണുന്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ കൃത്യമായ തെളിവുകൾ, അതായത് ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ കഴമ്പ് ഉണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള കൂടുതൽ തെളിവുകൾ ഈ AI ക്യാമറ വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാക്കൾ അത് പുറത്തുവിടാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഒരു വർഷം മാത്രം തെരഞ്ഞെടുപ്പിന് ബാക്കി നിൽക്കെ തുടർ സമര പരിപാടികൾ എങ്ങനെയായിരിക്കണം, സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന വിധത്തിൽ ഈ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചരണ പരിപാടികളും ഇന്നത്തെ UDF ഉന്നതാധികാരി സമിതി യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് വിവരം. ധന്യ. നന്ദി. ഡാൻ. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട്. ഉമേഷ്, കെൽട്രോണും സർക്കാരും എത്തരത്തിലായിരിക്കും ഈ നീക്കങ്ങളെ പ്രതിരോധിക്കുക? കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കരാർ രേഖകളും കെൽട്രോൺ പുറത്തുവിടാൻ തീരുമാനിച്ചിരുന്നു. പ്രധാനമായി കെൽട്രോൺ ക്യാമറ സ്ഥാപിക്കാൻ വേണ്ടി എടുത്ത ഉപകരാറുകൾ ഓരോ കമ്പോണൻസും, അതായത് ക്യാമറയുമായി ബന്ധപ്പെട്ട അനുബന്ധ ഉപകരണങ്ങൾ എന്നിവയുടെ കരാർ എന്നിവ, ഈ അനുബന്ധ ഉപകരണങ്ങളിൽ എത്ര എണ്ണം കെൽട്രോൺ സ്ഥാപിച്ചു, കെൽട്രോൺ സ്വന്തം നിലയിൽ നിർമ്മിച്ചു, അതുകൂടാതെ കെൽട്രോൺ എത്ര എണ്ണം ഉപകരാർ കൊടുത്തതിൻ്റെ വിവരങ്ങൾ തുടങ്ങിയ എല്ലാ രേഖകളും കെൽട്രോൺ പുറത്തുവിടും. അത്തരത്തിൽ സുതാര്യമായി തങ്ങൾക്ക് മറച്ചുവെക്കാൻ ഒന്നുമില്ല എന്നുള്ള നിലപാടിലാണ് കെൽട്രോൺ മുന്നോട്ട് പോകുന്നത്. കെൽട്രോൺ മുന്നോട്ട് പോകുന്നത് പ്രകാരം അനുസരിച്ച് ഈ ആരോപണങ്ങളെ അല്ലെങ്കിൽ പുറത്തുവിടുന്ന കരാറുകളെ അതിനു മുൻപ് തന്നെ കെൽട്രോൺ പുറത്തുവിട്ട് ഒരു പ്രതിരോധം തീർക്കുക എന്നുള്ള ലക്ഷ്യമാണ് കെൽട്രോണിനുള്ളത്. എന്തായാലും നിലവിൽ തന്നെ പുറത്തു വന്ന വിവരങ്ങളിൽ തന്നെ കെൽട്രോൺ നടത്തിയ ഉപകരാറുകളിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. അതുകൂടാതെയാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ, മുൻ ജോയിന്റ് കമ്മീഷണർ കൂടിയായ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥനും അതിന് മറ്റൊരു ഉദ്യോഗസ്ഥനും ചേർന്ന് നടത്തിയ ചില ഇടപാടുകളിൽ അഴിമതിയുണ്ട് എന്നുള്ള ആരോപണം ഉയരുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. പ്രധാനമായി ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് കരാർ നൽകി ആ കരാർ നൽകുന്ന കെൽട്രോണിനെ ആദ്യം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു കൺസൾട്ടന്റ് എന്ന നിലയിലായിരുന്നു കരാർ ഒപ്പിട്ടത്. പക്ഷേ അതിനുശേഷം ഒരു കൺസൾട്ടന്റ് എന്ന നിലയിൽ കെൽട്രോൺ മറ്റ് കമ്പനികളുമായി കരാർ ഒപ്പിട്ടു. അതിന് നിയമസാധുത ഇല്ല എന്നുള്ള ആരോപണമാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നത്. എന്നാൽ അത് സാധൂകരിക്കുന്ന രേഖകൾ പിന്നീട് പുറത്തു വരികയും ചെയ്തു. എന്തായാലും ആ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരു കൺസൾട്ടന്റായി കെൽട്രോണിനെ നിയമിച്ച ശേഷം കെൽട്രോണിന് എങ്ങനെ ഉപകരാറുകൾ ഉണ്ടാക്കാൻ അനുമതി നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ചോദ്യം. മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പ്രഥമ ദൃഷ്ടിയാൽ വീഴ്ച സംഭവിച്ചു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിജിലൻസ് അന്വേഷണത്തിന് ആദ്യം ഒരു
ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തി. ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തിയപ്പോൾ തന്നെ ഈ കരാറുകളിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് കണ്ടെത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശദമായ അന്വേഷണത്തിന് മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശം നൽകിയത്. തുടർന്ന് വിജിലൻസ് അന്വേഷണം ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ പ്രധാന പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ പ്രധാന ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ 2021 റിട്ടയർ ചെയ്ത ആളാണ്. അതിനുശേഷം 2022 ആണ് ഇതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ കരാറുകൾ സർക്കാരും അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പും കെൽട്രോണും തമ്മിൽ വീണ്ടും ഒപ്പിടുന്നത്. എന്തായാലും അതിൽ കൃത്യമായി പറയുന്നുണ്ട്, ഇത്തരത്തിൽ കൺസൾട്ടന്റായി നിയമിച്ച കെൽട്രോണിന് ഇത്തരത്തിൽ ഉപകരാറുകളിൽ ഒപ്പിടാനുള്ള അനുവാദമില്ല. പക്ഷേ ഒപ്പിട്ട സാഹചര്യത്തിൽ പദ്ധതിക്ക് വേണ്ടി പണം മുടക്കിയ സാഹചര്യത്തിലും അവ സാധൂകരിച്ചു നൽകുന്നു എന്നായിരുന്നു കരാറിൽ പറയുന്നത്. ഈ രീതിയിലുള്ള ആ കരാറുകൾ വരാനുണ്ടായ സാഹചര്യം എന്നിവയെല്ലാമാണ് വിജിലൻസ് അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നത്. ഇതുകൂടാതെ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെൽട്രോണിന്റെ ഉപകരാറുകൾ അത് നിയമം പാലിച്ചാണോ നടത്തിയത് എന്നിവയാണ് പ്രധാനമായി അന്വേഷിക്കുന്നത്. അത് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും നേരിട്ട് നൽകാൻ കെൽട്രോണോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ശരി, എന്തായാലും കൂടുതൽ രേഖ പ്രസിദ്ധീകരിച്ചേക്കും. വിജിലൻസും അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു. നന്ദി ഉമേഷ്. ക്യാമറ വിവാദത്തിൽ അഭ്യൂഹങ്ങൾക്ക് മേൽ പ്രതികരണത്തിനില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. സത്യം പുറത്തുവരട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. ക്യാമറകളിലൂടെ നിയമം കർശനമാക്കുമ്പോൾ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന അസൗകര്യം സർക്കാർ പരിശോധിക്കണമെന്നും കാനം രാജേന്ദ്രൻ. പരിശോധിക്കാൻ ഏതായാലും തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അത് ജനങ്ങൾ കുറച്ച് അസൗകര്യം ഉണ്ടാക്കുന്നുണ്ട് എന്നൊരു പ്രശ്നമുണ്ട്. കാരണം ഒരു ഭാര്യയും ഭർത്താവും ജീവനക്കാരനാണെങ്കിൽ കുട്ടിയുമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഇത് നടപ്പിലായി വരുമ്പോൾ ഗവൺമെൻറ് പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. ഏതായാലും ഒരു മാസക്കാലം ഇത് ട്രയൽ എന്നുള്ള നിലയിലാണല്ലോ നടക്കുന്നത്. ആരുടെയും പേര് കേസൊന്നും എടുക്കുന്നില്ലല്ലോ. ആ ഒരു മാസക്കാലത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട വകുപ്പ് അതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കും.